അതായത് മാംസഭക്ഷണം വേണ്ട, സസ്യഭക്ഷണം മതി, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സസ്യഭക്ഷണം കഴിക്കാനായിട്ടാണ് എന്നുള്ള അഭിപ്രായത്തിനോട് നമുക്ക് യോജിക്കാൻ കഴിവെന്ന് തോന്നുന്നില്ല. കാരണം മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ തന്നെ കാട്ടിലെ കായ്കനികളും ഫലങ്ങളും അതോടൊപ്പം കൊച്ചു കൊച്ചു മൃഗങ്ങളെ വേട്ടയാടി അതിന്റെ മാംസഭക്ഷണവും കഴിച്ചാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ പരിപൂർണമായിട്ടും ഒരു സസ്യഭുക്കായിട്ട് സസ്യാഹാരിയായിട്ട് ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. ഈ വിഷയം തന്നെ വളരെ ഗഹനമായിട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കേണ്ട വിഷയമാണ്. അതിൽ ഒരു പരിധി വരെ ഇവിടെ സംസാരിച്ച മിക്കവരും വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പോ മനുഷ്യനും മൃഗങ്ങളെയും തമ്മിൽ വിലയിരുത്തുമ്പോൾ ഈ സസ്യാഹാരവും മാംസാഹാരവും, മൃഗങ്ങൾ എപ്പോഴും കൂടുതൽ മൃഗങ്ങളും മാംസം ഭുക്കുകളാണ്. വളരെ കുറച്ച് മൃഗങ്ങൾ മാത്രം, ആനയെ പോലെയുള്ള പല ചെറിയ 4-5 മൃഗങ്ങൾ മാത്രമേ ഈ സസ്യാഹാരികളായിട്ടുള്ളൂ. ഏറിയ ബന്ധം മാംസഭുക്കുകളാണ്. അപ്പൊ അതിന്റെ ശരീരഘടനയും വായും എല്ലും കുടലും സകലതും ഈ മാംസാഹാരം ദഹിച്ച് അതിന്റെ ശരീരവൃത്തിക്ക് ആവശ്യമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് യോജിച്ച വിധത്തിലുള്ള ശരീരഘടനയാണ്. ആ ഘടനയോട് മനുഷ്യ ശരീരത്തെയോ മനുഷ്യനെയോ താരതമ്യം ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് ഇത് രണ്ടും യോജിക്കും. മനുഷ്യന് സസ്യാഹാരം മാത്രമല്ല മാംസാഹാരവും യോജിക്കും. ഈ സസ്യാഹാരവും മാംസാഹാരവും അവൻ ചെറുപ്പത്തിലേ ശീലിക്കുന്ന, അവന്റെ മാതാപിതാക്കളിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ശീലിക്കുന്നതനുസരിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു മാന്യ വ്യക്തി സംസാരിച്ചു. അദ്ദേഹം ജനിച്ചതിൽ പിന്നീട് മാംസാഹാരം കഴിച്ചിട്ടില്ല. ശരിയായിരിക്കാം. അദ്ദേഹത്തിന്റെ ആ ജീവിത സാഹചര്യം, അതെ, വീട്ടിലെ ജീവിത സാഹചര്യമാണ്. എന്റെ അച്ഛനും അമ്മയും സസ്യഭുക്കുകളാണ്, പരിപൂർണ സസ്യഭുക്കുകളാണെങ്കിൽ ഞാനും അങ്ങനെ വളരുകയുള്ളൂ. ഞാനും അതേ സ്വീകരിക്കുകയുള്ളൂ. എനിക്ക് മാംസം കഴിക്കാൻ തോന്നുകയില്ല, അല്ലെങ്കിൽ മത്സ്യം കഴിക്കാൻ തോന്നുകയില്ല. അപ്പൊ നമ്മളുടെ ആ ജീവിത രീതി, നമ്മളുടെ തലമുറക്കാർ, മുൻതലമുറക്കാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് അതേപറ്റി നമുക്ക് ചെയ്യാം. പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാകുന്നത് നമ്മൾ സ്വതന്ത്രമായിട്ട് വെളിയിൽ പോയി അന്യനാടുകളിൽ പോയി ജീവിക്കുമ്പോൾ ആ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് ഇപ്പോൾ പശ്ചിമ